ദേ നവാലാണേ. ഇന്ന് ഞാനിതാ ഇതേപോലത്തെ കുക്കീസിൻ്റെ ഒരു ടിന്നുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതേപോലത്തെ ബട്ടർ കുക്കീസിൻ്റെ ടിന്ന് മിക്ക വീടുകളിലും ഉണ്ടാവും. ഇതിനകത്ത് പണ്ടൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് നൂല്, സൂചി, ആ വക കച്ചറ പിച്ചറ സാധനങ്ങളെല്ലാമായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയപ്പോൾ പിള്ളേരുടെ തലയിൽ വെക്കുന്ന ക്ലിപ്സ്, അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളായി. അപ്പോൾ ഈ ഒരു ടിന്ന് വെച്ചിട്ടുള്ളൊരു ചെറിയൊരു തട്ടുതരികിട പരിപാടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റൂമിൽ നമ്മുടെ ഫെവിക്രിലിൻ്റെ പെയിൻറ്റ്, പിന്നെ അതുപോലെ മിറർ, ലേസസ്, അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം ഇതിനകത്തിട്ട് വെച്ചേക്കായിരുന്നു. പക്ഷേ ഈ അടുത്ത് എനിക്കതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലൊരു പാത്രം കിട്ടി. അപ്പം ഞാൻ ഈ ടിന്നുകളെല്ലാം എടുത്തു. ഇത് വെച്ചിട്ട് ചെയ്യാവുന്ന 1-2 ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ടേ. ആ ഹാൻഡിൽ പോലെ 2 സൈഡിലും പിടിപ്പിച്ചേക്കുന്ന കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു എസ്തെറ്റിക് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സ്വന്തം ചാക്കുനൂല് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ വാങ്ങുന്ന ജൂട്ട് ത്രെഡ് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊന്നുമല്ല. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പലചരക്ക് കടയിലൊക്കെ ഈ അരി സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് കെട്ടിത്തരുന്ന പോലത്തെ ആ ഒരു ഇതില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇത് അത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതിലിങ്ങനെ നാരിങ്ങനെ പൊങ്ങി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കത്തിച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് ലുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ വൈറ്റ് ലേസ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് ലേസ് വന്നപ്പോഴാണ് എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോഴാണ് മൊത്തത്തിലൊന്ന് കളറായത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ ഒരു പ്ലാൻ അങ്ങ് മാറി. ഇപ്പം ഞാൻ ഇതിനകത്ത് മുട്ടയെല്ലാം കൂടെ പെറുക്കി വെക്കാവുന്ന ഒരു മുട്ടപാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.